Hi all, welcome to Competitive Cracker. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ്റെ ഒക്കെ സമയമായിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് നേരത്തെ, നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് നേരത്തെയാണ് എക്സാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ പഠനം എവിടം വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന്, നമ്മുടെ ഓഗസ്റ്റ് 3 നടന്ന ക്ലർക്കിൻ്റെ എക്സാമിന് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത് ആ ഓരോ മാർക്ക് കിട്ടിയവരും ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വരുന്ന എക്സാമുകൾ. നമുക്കറിയാം, നമുക്ക് ഒക്ടോബർ 12 എക്സാം ഉണ്ട്, നവംബർ 2, അതുപോലെ നവംബർ 23, അങ്ങനെ 3 ഡേറ്റിൽ നടക്കുന്ന എക്സാമുകളുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു എക്സാമുകൾക്ക് നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങുന്നത് 50 റേഞ്ച്, 50 ആൻഡ് ബിലോ മാർക്കുള്ള ആളുകളുണ്ട്. അതുപോലെ 50-നും 60-നും ഇടയിൽ മാർക്കുള്ളവര്, 60-നും 70-നും ഇടയിൽ മാർക്കുള്ളവര്, അങ്ങനെ 70-നും 80-നും ഇടയിൽ മാർക്കുള്ള ആളുകൾ അല്ലേ. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 50 അല്ലെങ്കിൽ 50-ൽ താഴെ മാർക്കുള്ളവരോടാണ്. നമുക്കറിയാം, കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് ബേസ് ലെവൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ അതിൽ താഴെ മാർക്ക് കിട്ടുവാൻ കാരണം നിങ്ങൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാതെ പോയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ബേസ് മുതൽ മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യകതയാണ് നിങ്ങൾക്കുള്ളത്. ഇനി 50-നും 60-നും റേഞ്ചിൽ മാർക്കുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അവർക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആ ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കണം. നമുക്കറിയാം എന്താണ് റിസർവ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ റിസർവ്, റിസർവ് ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും, ഏത് മാർക്ക് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഏറ്റവും മാർക്ക് കുറഞ്ഞ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് കോർപ്പറേഷൻ, അതുപോലെ കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടൻസി, നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, GK, ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് നിങ്ങൾ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. ഏത് ഭാഗത്തിനാണ് കുറവ് മാർക്ക് കിട്ടിയത്, ആ ഭാഗത്തിന് കൂടുതൽ റിവിഷൻ നൽകേണ്ടതുണ്ട്. ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. GK ആകുമ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച്, പുതിയ സിലബസ് അനുസരിച്ച് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. GK നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം അടുത്ത കാറ്റഗറിയാണ് 60-നും 70-നും ഇടയിൽ മാർക്കുള്ളവർ. 60-നും 70-നും ഇടയിൽ മാർക്കുള്ളവർ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലെ ഏത് ഭാഗത്താണ് മാർക്ക് കുറവ് കിട്ടിയത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട്. നിങ്ങൾക്ക് സെക്ഷൻസ് ആണ് തെറ്റിപ്പോയതെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൻസ് അതുപോലെ ഇയറുകളൊക്കെയാണ് തെറ്റിപ്പോയതെങ്കിൽ അതിൻ്റെയൊക്കെ ഇയറൊക്കെ ആണെങ്കിൽ ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക. ചാർട്ടിന്റെ സെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊരു ചാർട്ടിൽ എഴുതി നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് വന്നിരിക്കുന്ന സെക്ഷൻസ്, ഏതൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതൊന്ന് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത ഒരു കൂട്ടരാണ് 70-നും 80-നും ഇടയിലുള്ളവർ. അവർ കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് വന്നിട്ട് കട്ട് ഓഫ് മാർക്ക് അടക്കാൻ പറ്റാതെ നിരാശപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളാണ്. കാരണം എന്താണ്, അത്യാവശ്യം നല്ല സ്കോർ 70 എബോവ് എന്നൊക്കെ കണ്ടപ്പോൾ നല്ല സ്കോറാണ്, സേഫ് ആണ് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് കട്ട് ഓഫ് മറികടക്കാൻ പറ്റിയിട്ടില്ലാത്തവരാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, നിരാശ ഒന്നും വേണ്ട, എന്ത് ചെയ്യണം, ഈ തവണത്തെ എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് പറ്റും. ഈ തവണത്തെ എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് പറ്റും. ഈ തവണത്തെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയിൽ കയറുവാനായിട്ട് പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഏത് ഭാഗങ്ങൾക്കാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി ഉള്ള പഠനമാണ് വേണ്ടത്. കൂടുതൽ ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമുക്ക് വന്നത്. പ്രീവിയസ് ഇയറിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ വന്നു. നമ്മുടെ CACB എക്സാമിന് എപ്പോഴും കാണിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്, അല്ല എങ്കിൽ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഒക്കെ ആയിരിക്കാം നമുക്ക് വരിക. ഇപ്പൊ ICAനെ കുറിച്ചാണ് ചോദ്യം വരുന്നതെങ്കിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ICA എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദ്യമെങ്കിൽ
നമ്മൾ എന്തൊക്കെ കൂടി പഠിക്കേണ്ടതുണ്ട്? ICAI എന്ന് വന്നു, അതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ നോക്കുക, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആരംഭിച്ചപ്പോൾ എവിടെയായിരുന്നു, അതുപോലെ ICAIയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്, അങ്ങനെയുള്ള റിലേറ്റഡ് ഫാക്ട്സ് കൂടി നിങ്ങൾ മനസ്സിലാക്കി പോവേണ്ടതുണ്ട്. അപ്പം നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കട്ട് ഓഫ് മറികടക്കുവാൻ വേണ്ടി നിങ്ങളെ എങ്ങനെ CCക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ആണ് നിങ്ങളുടെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം. നമ്മൾ 10 ദിവസം 20 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ, അതായത് ഓരോ ദിവസം 2 മണിക്കൂർ, കുറഞ്ഞത് 2 മണിക്കൂറുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ എക്സാമിന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ബേസ് ലെവൽ ചോദ്യങ്ങൾ മാത്രമാണ് വന്നത്. റെയർ ആയിട്ട് മാത്രമേ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ആയ കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ അവസാന ഘട്ട റിവിഷൻ ആണ്, ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ എക്സാമിന് കട്ട് ഓഫിന്റെ തൊട്ടടുത്തൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു 60+ മാർക്ക് ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഈ തവണ തന്നെ ജോലി കയറുവാനായിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് 100% ഉപകരിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കരുതും 50 റേഞ്ചിൽ മാർക്കുള്ളവരെ ഞാൻ ഒഴിവാക്കിയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങളുടേതായ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളുടേതായ ഒരു പഠനം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ തവണ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് കൃത്യമായ ഒരു ടൈം ടേബിളോട് കൂടിയുള്ള പഠനമാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുക. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, സമയം സ്പെൻഡ് ചെയ്യണം. ജോലി ഉണ്ടാവാം, വീട്ടിലെ തിരക്കുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുവാനായിട്ട്. നമുക്ക് മുൻപിൽ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ 10 ദിവസം 2 മണിക്കൂർ ലൈവ് വീതം 20 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകളാണ് നമ്മുടെ ഒരു ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ എന്ത് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ഞാൻ ആ നമ്പർ കൊടുത്തിരിക്കാം. അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്തേക്കുക. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്